മാർഗമാം ലഹരി, ഒരുമിക്കാം നമുക്ക് ലഹരിക്കെതിരെ. ഇതെവിടെ പോയി കേൾക്കുക? ലക്ഷ്മി, ലക്ഷ്മി, ഒരാവശ്യത്തിന് വിളിച്ചാ കേൾക്കില്ല. എന്തിനാ ഇപ്പൊ അവിടെ കിടന്നിങ്ങനെ തൊണ്ട പൊട്ടിക്കണത്? അകത്തൂന്ന് ഇവിടെ വരെ വരാച്ചാ കഷ്ടം. അല്ല, എന്തിനാ വിളിച്ചേ? മഞ്ഞുവിടെ ലക്ഷ്മി, ഇൻസുലിൻ കുത്തിവെക്കാൻ നേരെ. അവനാ മുറിയിലിരിപ്പ, ഒന്നും വേണ്ട, ഉറക്കൂല്ല. ലക്ഷ്മി, ഒന്നും പറയാൻ നിക്കണ്ട, ഇപ്പോഴത്തെ കുട്ടികളല്ലേ. ആരോ വരുന്നുണ്ട് ലക്ഷ്മി. അതാ മമ്മത പശുവിന് വിൽക്കണ കാര്യം കുമാരൻ പറഞ്ഞാണ്. മമ്മതല്ലേ, ഇരിക്ക. എല്ലാം പുരുഷ, ഇത്രയും പാലിട്ടുള്ള പശു നീ എന്തിനാ വിൽക്കണേ? മമ്മതിന് ഇന്റെ കാര്യം അറിയാലോ. പിന്നെ ഇവൾക്കാണെങ്കിൽ ഇപ്പൊ തീരെ വയ്യ. എല്ലാം പുരുഷ, നിങ്ങളെ ശിവന്റെ മോൻ ഇവിടെ വന്നിക്കണ നമ്മളോട് ആരോ പറഞ്ഞു കേട്ടു. നമ്മൾ ഓരോന്നും കണ്ടില്ലല്ലോ. പശുവിന്റെ തൊഴുത്തിന് കാര്യക്ക് ഇപ്പോഴത്തെ കുട്ടിയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ പറഞ്ഞത് ശരിയാ. പണ്ടൊക്കെ കൂട്ടുകുടുംബമായി കഴിഞ്ഞിരുന്ന കാലം, അപ്പൻ, ഇളയപ്പൻ, ഇളയമ്മ, എന്തിനധികം അയൽവക്കത്തെ മുതിർന്നവരെ പോലും നമ്മക്ക് പേടിയാ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മേലെ ആകാശം, താഴെ ഭൂമി, ഒന്നിനും ബല വെക്കാതെ നടക്കല്ലേ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? തൽക്കാലം മമ്മതിപ്പോ ഒരു കാര്യം ചെയ്യാം. പശുവിന് വിറ്റിട്ട് ഒരു മാന്യമായ വില കെട്ടി തരിക. മഞ്ഞു വന്നല്ലോ, ഇനി എത്ര നേരമായി മുത്തശ്ശി തരീണോ? അതെ, ഞാൻ നിങ്ങളുടെ സർവന്റായി നിൽക്കാൻ വന്നതൊന്നല്ല. എനിക്ക് എന്റേതായ പ്രൈവസി വേണം. ഇൻസുലിൻ കുത്തിയപ്പോൾ ഷോപ്പിംഗ്. എന്റെ ഇഷ്ടത്തിന് ഇവിടെ എത്തിക്കണേ. മമ്മത്തിന് പശുവിന് വിൽക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു. പശുവിന് കിട്ടുന്ന കാശ് എനിക്ക് വേണം. തൽക്കാലിപ്പോ പശുവിന് വിറ്റാ കിട്ടുന്ന കാശ് നിനക്ക് തരാൻ ഉദ്ദേശിച്ചില്ല. എനിക്ക് മറ്റു കാശ് കിട്ടിയില്ലെങ്കിൽ മുത്തശ്ശനാണ് ഞാൻ നോക്കില്ല. നിങ്ങൾക്കറിയോ, 10 വയസ്സ് പ്രായമുള്ളപ്പോൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടും എന്ത് സ്നേഹമായിരുന്നു എന്റെ കുട്ടിക്ക്. എന്നോടൊപ്പമേ ഉണ്ടാറുള്ളൂ, എന്നെ കെട്ടിപ്പിടിച്ചേ ഉറങ്ങാറുള്ളൂ. കുറച്ചു നാളായി കുട്ടിക്ക് ഇതെന്തൊരു മാറ്റം. കഴിഞ്ഞിട്ട് എനിക്ക് പോകാനുണ്ട്. അയ്യോ, മുത്തശ്ശനെ വേദനിപ്പിക്കാൻ പോലെ, മുത്തശ്ശനെ വേദനിപ്പിക്കല്ലേ. എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നു, എന്റെ കാലുകൾ തകരുന്നു. ലക്ഷ്മി, ഓടി വാ. എന്താ പറ്റി? ഒന്ന് കണ്ടു നോക്ക്. എന്താ പറ്റി? ഒന്ന് നോക്കന്നേ. മമ്മതേ, ഓടി വാ, ഒന്ന് നോക്കന്നേ, ഒന്ന് കണ്ടു നോക്കന്നേ. എന്താ ലക്ഷ്മിയെ പറ്റിയത്? കണ്ടു തുറക്കുന്നില്ല മമ്മതേ, നീ ഒന്ന് നോക്ക് മമ്മതേ. ലക്ഷ്മിയെ മാറിക്കണേ, ഇവിടെ നോക്കട്ടെ. ലക്ഷ്മിയെ, നമ്മുടെ അമ്പൂഷൻ പോയി. ലക്ഷ്മിയെ, മോനെ ഓടിവാ, നമ്മുടെ മുത്തശ്ശൻ പോയിടാ. നമ്മുടെ മുത്തശ്ശൻ മോനെ, മനുവേ, നമ്മുടെ മുത്തശ്ശൻ പോയിടാ. മുത്തശ്ശിന് വേദനിപ്പിക്കൽ മോനെ, മുത്തശ്ശിയുടെ മാലേന്ന് വിട്ടു മോനെ, മുത്തശ്ശിക്ക് വേദനിക്കുന്നു മോനെ. മരിച്ചു മണ്ണടിഞ്ഞ് പുഴു അവന്റെ കാലത്താ സ്വർണം തൂക്കി നടക്കുന്നത്.
സർ, ഞാൻ മൈനിമിന്റെ അച്ഛൻ ശിവൻ. മിസ്റ്റർ ശിവൻ, വലിയ പണം അയച്ചു കൊടുക്കുമ്പോൾ താങ്കൾ അതെന്തിനാണെന്ന് ചോദിച്ചില്ല. നോക്കൂ, താങ്കളുടെ മകന്റെ ഗുരുതരമായ അവസ്ഥ. വലിയ പണം അയച്ചു കൊടുക്കുമ്പോൾ മുതിർന്നവരായവരും മാതാപിതാക്കളായവരും നമ്മൾ അതെന്തിനാണെന്ന് ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ ഗുരുതരമായ അവസ്ഥ നമ്മൾ തന്നെ കാണേണ്ടി വരും. നോക്കൂ, നിങ്ങളുടെ മകന്റെ ഗുരുതരമായ അവസ്ഥ. PC മനു, ഇതാരാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? മിസ്റ്റർ ശിവൻ, താങ്കളുടെ മകന് താങ്കൾ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ല. നോക്കൂ, ഇത് നിങ്ങൾ നേരിടേണ്ടത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? സർ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ മയക്കുമരുന്ന് റാങ്കിങ്ങിനെ തടയാൻ ഞങ്ങൾ പോലീസുകാർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. മിസ്റ്റർ ശിവൻ, താങ്കൾ എന്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും എന്റെ കൂടെ നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കേരളത്തിലാകെ വ്യാപീകരിച്ചു കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിനെ തടയാൻ ആവുകയുള്ളൂ. നന്ദി, നമസ്കാരം.